സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധയെന്ന സംശയം വരുന്നു. മലപ്പുറം സ്വദേശിയായ 15-കാരന്റെ സ്ക്രീനിംഗ് പരിശോധനാ ഫലം പോസിറ്റീവാണ്. കുട്ടിയുടെ സ്രവം പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. പരിശോധനാ ഫലത്തിന് ശേഷമായിരിക്കും ഔദ്യോഗിക സ്ഥിരീകരണം. കുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിപ ബാധയെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് ജാഗ്രത പാലിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് കർശന നിർദ്ദേശം നൽകി. മന്ത്രി മലപ്പുറത്തേക്ക് തിരിച്ചു. വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. ബ്രേക്കിംഗ് അവേഴ്സിൽ അഷ്കർ അലി കരിമ്പ, സ്ക്രീനിംഗിൽ നിപ എന്ന് കണ്ടെത്തുമ്പോൾ മിക്കവാറും കേസുകളിൽ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കുട്ടിക്ക് പനി ബാധിച്ചത് അല്ലെങ്കിൽ നിപ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് എപ്പോഴാണ്? ഏതൊക്കെ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിരുന്നു നേരത്തെ? സുജാം, മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായിട്ടുള്ള 14 വയസ്സുകാരനാണ് ഇത്തരത്തിൽ രോഗബാധ സംശയിക്കുന്നത്. നേരത്തെ തന്നെ ഈ കുട്ടിക്ക് കടുത്ത പനി, സ്കൂളിൽ നിന്നും മടങ്ങി വന്ന് വീട്ടിലെത്തിയപ്പോൾ കടുത്ത പനി അനുഭവപ്പെടുകയായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയ കുട്ടി കുളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഇത്തരത്തിൽ തനിക്ക് കുളിരുകയാണെന്നും തനിക്ക് വലിയ തോതിൽ തണുപ്പ് അനുഭവപ്പെടുന്നതെന്നും മാതാപിതാക്കൾ അറിയിച്ചു. തുടർന്ന് ഉടൻ തന്നെ ഒരു രക്ഷിതാക്കൾ തൊട്ടടുത്തുള്ള വീടിന് അടുത്തുള്ള ഒരു ഡോക്ടറെ വീട്ടിലെത്തി പ്രാഥമിക ചികിത്സ തേടുകയും 3 ദിവസത്തിന് മരുന്ന് വാങ്ങി മടങ്ങുകയും ചെയ്തു. എന്നാൽ പനി വിട്ടുമാറാത്ത സാഹചര്യത്തിൽ പിറ്റേ ദിവസം 12-ാം തീയതി വീണ്ടും പാണ്ടിക്കാടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അവിടെ നിന്നും സമാനം മാറിയതിന് 3 ദിവസത്തിന് കുട്ടിക്ക് മരുന്ന് നൽകി മടക്കി വിടുകയും ചെയ്തു. ഈ സമയത്തൊക്കെ കുട്ടിക്ക് കടുത്ത പനി മാത്രമാണ് അനുഭവപ്പെട്ടിരുന്നത്. മറ്റ് രോഗലക്ഷണങ്ങളൊന്നും തന്നെ കാര്യമായി ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ വീണ്ടും പനി കടുത്തതോടെ 15-ാം തീയതി ഈ കുട്ടിയെ വീണ്ടും അതേ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ കുട്ടിക്ക് അപസ്മാരമടക്കമുള്ള ലക്ഷണങ്ങളും അതുപോലെ തന്നെ ശ്വാസം തടസ്സം ഉൾപ്പെടെയുള്ള ചില രോഗലക്ഷണങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് രോഗം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ അവിടെ നിന്നും മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക്, പെരിന്തൽമണ്ണയിലെ കൂടുതൽ സജ്ജീകരണങ്ങളുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അവിടെ നിന്നും പ്രത്യേക ആംബുലൻസിൽ ഒരു നഴ്സിന്റെ അസിസ്റ്റന്റോട് കൂടിയാണ് ഈ കുട്ടിയെ പിന്നീട് അവിടെ നിന്നും മൗലാന ആശുപത്രിയിലേക്ക്, പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ എത്തുമ്പോഴേക്കും കുട്ടി പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്നു. അവിടെ തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് കുട്ടിക്ക് മറ്റുള്ളവരുടെ സ്പർശനം പോലും അറിയാത്ത രീതിയിൽ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കുട്ടിയെത്തി. തുടർന്നാണ് ഇന്നലെ വൈകുന്നേരത്തോടെ കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. മസ്തിഷ്ക ജ്വരമടക്കമുള്ള സംശയങ്ങൾ എത്തിയതോടെ തന്നെ കുട്ടിയെ ഇത്തരത്തിൽ നിപ പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. അങ്ങനെ നടത്തിയ സ്ക്രീനിംഗ് പരിശോധനയാണ് ഇപ്പോൾ പോസിറ്റീവായിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണത്തിന് വേണ്ടി ഇപ്പോൾ ഈ കുട്ടിയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. ഈ പരിശോധനത്തിന്റെ ഫലം ലഭിച്ചാൽ മാത്രമേ ഔദ്യോഗികമായി നിപ സ്ഥിരീകരിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. എന്തായാലും നേരത്തെ തന്നെ മലമ്പനി അടക്കം ഡെങ്കിപ്പനിയും H1N1 ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലയിൽ ആകമാനം തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ടായിരുന്നു. ആ ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് ഇപ്പോഴും ജില്ലയിൽ നിലനിൽക്കുന്നത്. പുതിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ ജില്ലാ ഭരണകൂടമോ ജില്ലാ ആരോഗ്യ വകുപ്പോ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അതിനുവേണ്ട അടിയന്തര നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യമന്ത്രി പത്തനംതിട്ടയിൽ നിന്ന് മലപ്പുറത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഉച്ചയോടെ തന്നെ മന്ത്രി മലപ്പുറത്തെത്തി മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ കളക്ടർ, മലപ്പുറം DMO, അതുപോലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിൽ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഓൺലൈനായി മീറ്റിംഗ് ചേരുകയും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട തുടർ ഫോളോ അപ്പുകൾ അല്ലെങ്കിൽ തുടർ വാർത്തകൾ. ഇക്കാര്യത്തിൽ ആരോഗ്യ വകുപ്പൊക്കെ ഈ രോഗവിവരം അറിഞ്ഞത്, സ്ഥിരീകരിച്ചതൊക്കെ വൈകിയാണോ? കാരണം ഈ കുട്ടിക്ക് ആദ്യം പനി ബാധിച്ചത് അഷ്കർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ 9 ദിവസമായി പനി ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് ശേഷം 9 ദിവസമായി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ കുട്ടിയെ വെന്റിലേറ്ററിലാണോ പ്രവേശിപ്പിച്ചിരിക്കുന്നത്? കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ് തുടരുന്നത്. മാത്രമല്ല അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കുട്ടിയുടെ സാഹചര്യം എന്നുള്ളത്. കുട്ടി അബോധാവസ്ഥയിലും മാത്രമല്ല സ്പർശനം പോലും അറിയാത്ത രീതിയിലേക്കുള്ള അബോധാവസ്ഥയിലാണ് ഇപ്പോൾ കുട്ടി തുടരുന്നത്. പലപ്പോഴും മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങളും കുട്ടി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കടുത്ത പനി കുട്ടിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും പെരിന്തൽമണ്ണയിൽ നിന്നും കോഴിക്കോട് എത്തിച്ചതിന് ശേഷം നേരിയ ആശ്വാസം ഉണ്ടായിരുന്നു ചില ഘട്ടങ്ങളെങ്കിൽ പോലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കുട്ടി തുടരുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ രോഗം നിർണ്ണയിക്കാൻ വൈകിയെന്നൊരിക്കലും നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. കാരണം മലപ്പുറം ജില്ലയിൽ ഓരോ ദിവസവും 10,000-ഓളം വരുന്ന ആളുകൾ പനിക്ക് രോഗചികിത്സ തേടുന്ന അല്ലെങ്കിൽ പനബാധിതരായി ആശുപത്രിയിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പനിക്ക് ചികിത്സ തേടുന്നതും ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം അടക്കം മലപ്പുറം ജില്ലയിലാണ്. മാത്രമല്ല തീർച്ചയായും അഷ്കർ അലി പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധ എന്ന സംശയം ഉയരുകയാണ്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. 2018 മുതൽ നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇതിനകം 4 തവണ നിപ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 15-കാരന്റെ ഫലത്തിന്റെ വിവരങ്ങൾ, ഔദ്യോഗികമായുള്ള വിവരങ്ങൾ
വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. N95 മാസ്ക് ഒക്കെ ധരിക്കണം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ 2018 നിപ ഔട്ട്ബ്രേക്ക് മുതൽ തന്നെ കേരളത്തിൽ എല്ലാവർക്കും പരിചിതമായി കഴിഞ്ഞിരിക്കുകയാണ്. മുൻകരുതലുകൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് നിപ നമുക്ക് പ്രതിരോധത്തിലൂടെ മാത്രമേ തടഞ്ഞു നിർത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ആ ഒരു സ്വയം പ്രതിരോധത്തിലേക്ക് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു സ്വയം പ്രതിരോധത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യമാണുള്ളത്. കാരണം നിപ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ 4 മുതൽ 14 ദിവസം വരെ എടുക്കും. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിപ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ വൈകും. പക്ഷേ സമ്പർക്കമുണ്ടായിട്ടുള്ള ആളുകളൊക്കെ നിരീക്ഷണത്തിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും. ഔദ്യോഗിക ഫലം, അതായത് സ്ക്രീനിംഗ് ഫലത്തിലാണ് നിപ ബാധ എന്നുള്ള സംശയം വന്നിരിക്കുന്നത്. ഔദ്യോഗിക ഫലം പുനെയിലെ ലാബിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ആരോഗ്യമന്ത്രി ഇപ്പോൾ മലപ്പുറത്തേക്ക് തിരിച്ചിട്ടുമുണ്ട്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷ്കർ, ഇതൊരു RNA വൈറസാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് മറ്റു പനികളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. 2018 മുതൽ തന്നെ കഴിഞ്ഞ 6 വർഷമായി കേരളത്തിന് നിപയെക്കുറിച്ച് അറിയാം. നമ്മൾ വലിയൊരു നിപ വ്യാധിയെ നേരിട്ടവരാണ്. ഇവിടെ ഇപ്പോൾ ഈ കേസിൽ ഈ കുട്ടിക്ക് അടുത്ത് ഇടപഴകിയിട്ടുള്ള എത്ര പേരുണ്ടാകും? സുജയ, നിലവിൽ 2 ദിവസം മുതൽ 4 ദിവസം വരെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾക്ക് നിപ്പ ബാധിച്ച് 2 ദിവസം മുതൽ 4 ദിവസം വരെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപക്ഷെ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സാധ്യത കൂടുതലെന്നാണ് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. മാത്രമല്ല അത് 14 ദിവസം മുതൽ 21 ദിവസം വരെ നീളാനുമുള്ള സാധ്യതകളുമുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ മറ്റുള്ളവർക്ക് പകരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല ഇതിന് നേരിട്ട് അടുത്ത് ഇടപഴകുന്ന ആളുകൾക്ക് വായുവിലൂടെ തന്നെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗം കൂടിയാണ് നിപ്പ. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയുണ്ട്. മാത്രമല്ല മരണനിരക്ക് മറ്റ് രോഗങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കോവിഡ് അടക്കമുള്ള മറ്റ് രോഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മരണനിരക്ക് വളരെ കൂടുതലുള്ള, അതുപോലെ തന്നെ പെട്ടെന്ന് രോഗി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു രോഗം കൂടിയാണ് നിപ്പ. പ്രത്യേകിച്ച് ഗർഭിണികൾ, വയോധികർ, കുട്ടികളടക്കമുള്ള ആളുകൾ, ഇവർക്കാണ് ഇത് വലിയ തോതിൽ പ്രശ്നമായി ബാധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത ഈ വിഷയത്തിൽ ആവശ്യമാണ്. ഈ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ കുട്ടിയുടെ 2 അനിയനും അനിയത്തിയും അടക്കം 5 പേരാണ് ആ വീട്ടിലുള്ളത്. സാമ്പത്തികമായി അല്പം പിന്നോക്കം നിൽക്കുന്ന കുടുംബം തന്നെയാണ്. ഈ കുടുംബത്തിന്റെ ഈ കുട്ടിയുടെ ചികിത്സാ സഹായത്തിന് ആവശ്യമായി ആ നാട്ടുകാർ തന്നെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായധന രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ കുട്ടിക്കത് നിപ്പയാണ് എന്നുള്ളൊരു സംശയം ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അതിന്റെ സ്ഥിരീകരണം ലഭിച്ചാൽ ഉൾപ്പെടെ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. മാത്രമല്ല കുട്ടിക്ക് പനി ബാധിച്ച ദിവസമടക്കം കുട്ടി സമീപത്തുള്ള കുട്ടി പഠിക്കുന്ന സ്കൂളിലേക്ക് ക്ലാസ്സിന് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിലെയും ഇല്ലെങ്കിൽ കുട്ടി ഇടപഴകിയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വലിയ തോതിലായിരിക്കും. വ്യത്യസ്ത ആശുപത്രികളിലേക്ക് ചികിത്സ തേടിയതുകൊണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത ഡോക്ടർമാരെ സമീപിച്ചതുകൊണ്ട് ആ സമയങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റു രോഗികൾ, ചികിത്സിച്ചിരുന്ന ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ ക്വാറന്റൈൻ ചെയ്യേണ്ടതടക്കമുള്ള നടപടികളിലേക്കും ആരോഗ്യവകുപ്പിന് പോകേണ്ടി വരും. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നതിന് ശേഷം മാത്രമേ അത്ര നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ആരോഗ്യവകുപ്പിന് സാധിക്കുകയുള്ളൂ. അഷ്കർ അലി കരിമ്പ, അതായത് ഈ ഫലം വരാൻ എപ്പോഴായിരിക്കും പുനെയിലെ ലാബിൽ നിന്നുള്ള ഫലം വരിക? ഇന്ന് ഉച്ചയോടെ തന്നെ അതിന്റെ പ്രാഥമിക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. നാളെയാണ് ഔദ്യോഗികമായി റിസൾട്ട് ലഭിക്കുക എന്നതാണ് ആദ്യഘട്ടങ്ങളിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് വിശദമാക്കിയതെങ്കിലും പ്രാഥമികമായി ഇന്ന് ഉച്ചയോടെ തന്നെ അതിലൊരു സ്ഥിരീകരണം നൽകുന്നതിനാവശ്യമായ വിവരങ്ങൾ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിക്കുമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജില്ലയിലെ തന്നെ ചില ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും അതിനുശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്, അതുപോലെ മലപ്പുറം DMO ഉൾപ്പെടെയുള്ളവർ, തിരുവനന്തപുരത്തെ ഹയർ ഒഫീഷ്യൽസ് ഉൾപ്പെടെയുള്ളവർ ചേർന്നുള്ള ഒരു ഓൺലൈൻ മീറ്റിംഗ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുരോഗമിക്കുന്നുണ്ട്. ശരി അഷ്കർ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. മലപ്പുറത്ത് 15-കാരന് നിപ എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടി നിലവിൽ മിംസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് കുട്ടിയെന്നും അറിയുന്നു. സാമ്പിൾ പുനെയിലെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഔദ്യോഗിക ഫലം വരുമ്പോൾ നമുക്ക് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കും.